മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഈ ബോഡി ഷെയിം ഒക്കെ ചെയ്തിട്ട് മറ്റൊരാളുടെ വേഷം കണ്ടിട്ട് ഈ കമന്റുകളോട് പറയാം നിന്റെ തന്നെ ഉണ്ടാക്കിയതല്ലേ. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശം? എന്റെ സ്വന്തം വകുപ്പിലുണ്ടാക്കിയ വേഷമല്ല. പിന്നെ ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എനിക്കിഷ്ടമുള്ള വസ്തുക്കളുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, വെള്ളി തന്നെയുണ്ട്. നീനൊക്കെ കമന്റ് ഇടുന്നത് ഭയങ്കരം തന്നെ. എനിക്ക് ആദ്യം പണിയെടുത്ത് തിന്നണേ, അല്ലാണ്ട് ഈ കമന്റ് ബോക്സിൽ കിടന്ന് കമന്റ് ഉണ്ടാക്കാൻ പറഞ്ഞേ. മനസ്സിലായോ? പിന്നെ എന്റെ രൂപം അതെന്റെ തന്ത ഇങ്ങനെ ഉണ്ടാക്കിയ നിന്റെ തന്ത ഉണ്ടാക്കുമ്പോ ഞാൻ നിന്റെ രൂപത്തിൽ വരാട്ടാ. പിന്നെ നിന്റെ പെങ്ങളെ നമ്മുടെയൊക്കെ രൂപത്തിൽ വരാം. അതുവരെ നല്ലല്ലേ? എന്താ ഉറക്കം വരുന്നു. ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അവരുടെ അപ്പനെ ഉണ്ടാക്കിയാണ് ഞാനെന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ രേണു ശ്രുതി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അവരുടെ തന്ത ഉണ്ടാക്കിയതാണ് ഞങ്ങളെ എന്നുള്ള മൈൻഡാണ്. അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ്, നിന്റെയൊക്കെ തന്ത ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇറക്കാട്ടാ. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ